മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സലാത്തുൻ മൻ കുന്ന ഫീഹി, മൂന്ന് കാര്യങ്ങൾ, ആ മൂന്ന് കാര്യം ഒരാളിൽ സമ്മേളിച്ചാൽ വജദ ഹലാവത്തുൽ ഈമാൻ, അയാളാണ് ഈമാനിന്റെ രുചി കിട്ടിയ മുഅ്മിൻ. ഈമാനിനൊരു രുചിയുണ്ട്, നമുക്ക് തിരിഞ്ഞിട്ടില്ല. നമുക്ക് മന്തിയുടെ രുചിയെ മനസ്സിലായിട്ടുണ്ട്. മന്തിയുടെ രുചി നമുക്ക് തിരിഞ്ഞിട്ടുണ്ട്. കാരണം അത് അറബികൾ പോലും വെക്കുന്നതിനേക്കാളും സൂപ്പറായി നമ്മൾ പാകം ചെയ്യും. മന്തിയുടെ രുചി നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ചിക്കൻ 65ന്റെ രുചി കിട്ടിയിട്ടുണ്ട്. ചിക്കൻ 65ന്റെ രുചി ശരിക്കും കിട്ടിയിട്ടുണ്ട്. നല്ല പാലക്കാടല്ലേ തലശ്ശേരി ദമ്മ് ബിരിയാണിയുടെ രുചി നമുക്ക് അനുഭവിച്ചിട്ടുണ്ട്. ഈമാനിന്റെ രുചി നമ്മൾ ആസ്വദിച്ചിട്ടുണ്ട്. ഈമാനിന്റെ രുചിയുണ്ട് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ആ രുചി അനിർവചനീയമാണ്. ആ രുചി കിട്ടിയ പെങ്ങളാ ഞാൻ നേരത്തെ പറഞ്ഞ, ജനിക്കുമ്പോൾ അമുസ്ലിമായി ജനിച്ചിട്ട്, ജീവിക്കുമ്പോൾ അമുസ്ലിമായി ജീവിച്ചിട്ട്, അള്ളാന്റെ ദീനിനെ കുറിച്ച് പഠിക്കണമെന്ന് തോന്നി സ്വന്തം പഠിച്ചിട്ട് അള്ളാനെ ആത്മാർത്ഥമായി സ്നേഹിച്ച പെണ്ണ്, ആ പെണ്ണ് ഈമാനിന്റെ രുചി കിട്ടിയ പെണ്ണാണ്. അതുകൊണ്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നപ്പോൾ ഇറങ്ങിയത്. ആ ഇറങ്ങുമ്പോ പോലും അമ്മക്കും അച്ഛനും എഴുതി വെച്ചത്, ഞാൻ നിങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയില്ല, നിങ്ങൾ ഈ വീട്ടിൽ നിൽക്കരുത് എന്ന് പറഞ്ഞതുകൊണ്ട് പോവുകയാണ്. എന്റെ മതം അമുസ്ലിമാണ്, അച്ഛയും അമ്മയും എങ്കിലും അവരെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞ അല്ലാഹുവാണെന്റെ അല്ലാഹ് എന്ന് പറഞ്ഞിട്ടാണ് ആ പെങ്ങളിറങ്ങിയത്. പെങ്ങളെ സ്കൂളിന്റെ കോമ്പൗണ്ടിൽ വെച്ച്, സഹോദര കോളേജിന്റെ കോമ്പൗണ്ടിൽ വെച്ചോ, ബസ് സ്റ്റോപ്പിൽ വെച്ചോ, യാത്രയിലോ, PSC എഴുതാൻ പോയപ്പോഴോ പരിചയപ്പെട്ട ഒരു പെണ്ണുമായി സല്ലപിച്ച് കാലം കളഞ്ഞ് എല്ലാ ബന്ധങ്ങളെയും ആ സ്നേഹത്തിന് വേണ്ടി അറുത്തെറിയുന്ന പെണ്ണുങ്ങള്. എന്റെ പ്രിയമുള്ള സഹോദര, നമ്മൾ എന്തിന്റെ പേരിലാ നമ്മൾ മുസ്ലിം എന്ന് പറയുന്നത്? എന്തിന്റെ പേരിലാ നിങ്ങൾ മുസ്ലിം എന്ന് പറയുന്നത്? ആരാ നിങ്ങൾക്ക് മുസ്ലിം എന്ന് പറയാ? അല്ലാഹുവിന്റെ പടച്ച റബ്ബിന്റെ കിതാബിൽ നിങ്ങൾ മുസ്ലിമല്ല, നിങ്ങൾക്ക് ഈമാനുമില്ല, ഇസ്ലാമുമില്ല എന്നാണ് നിങ്ങൾ പറയാ. സലാത്തുൻ, മൂന്ന് കാര്യങ്ങൾ. മസലാത്തുൻ മൻ കുന്ന ഫീഹി വജദ ഹലാവത്തുൽ ഈമാൻ, ആ മൂന്ന് കാര്യങ്ങളും ഒരാളിൽ സമ്മേളിച്ചാൽ വജദ ഹലാവത്തുൽ ഈമാൻ, അയാൾക്ക് ഈമാനിന്റെ രുചി കിട്ടിയ ആളാണ്. ഞാൻ ഓർക്കുന്ന പരിശുദ്ധമായ മദീന മുനവ്വറയിൽ മരിച്ചുപോയ ഒരു പെണ്ണിനെ കുറിച്ച്. 5 കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഞങ്ങളുടെ കൂടെ ഹജ്ജിന് വന്നൊരു പെണ്ണായിരുന്നു, കണ്ണൂർ ജില്ലക്കാരിയായിരുന്നു. ഞാൻ ഓർക്കുന്ന ആ പെണ്ണിന്റെ ഈമാനിന്റെ ആഴം. കണ്ണൂർ ജില്ലക്കാരിയായിരുന്ന പെണ്ണായിരുന്നു ആ പെണ്ണ്. വാപ്പയില്ല, ഉമ്മയില്ല, ആങ്ങളില്ല, ആരുമില്ല, അമ്മാവനില്ല, കുടുംബത്തിൽ ആരുമില്ല, എല്ലാവരും മരിച്ചുപോയിട്ടുണ്ട്. ഈ പെണ്ണിന്റെ ഉമ്മയും ഉപ്പയും നേരത്തെ മരിച്ചുപോയതാണ്. പിന്നെ നാട്ടുകാരെല്ലാവരും കൂടിയിട്ട് വളരെ പ്രായം ചെന്നപ്പോ 10-25 വയസ്സായപ്പോ ഒരു ചെറുപ്പക്കാരനോട് കെട്ടിച്ചു. ആ ചെറുപ്പക്കാരൻ കുടിയനായിരുന്നു. ഈ പെണ്ണിനോട് പറയാൻ, കുടിയനായിരുന്നു ആ ചെറുപ്പക്കാരൻ. കുടിയനായിരുന്നത് കൊണ്ട് 1 മാസേ ഞാൻ അവന്റെ കൂടെ നിന്നുള്ളൂ. അവനോട് കുടി മാറ്റണം എന്ന് പറഞ്ഞപ്പോ പിന്നെ അവൻ എന്നെ അടിക്കാൻ തുടങ്ങി. ഞാൻ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, നിങ്ങളുടെ കൂടെ അല്ലാഹു ഇഷ്ടപ്പെടാത്ത ഈ തമ്മാടിത്തരം ചെയ്യുന്ന നിങ്ങളുടെ കൂടെ ജീവിക്കാൻ ഞാൻ ഒരുക്കമല്ല, എനിക്ക് ജീവിതമില്ലെങ്കിലും വേണ്ട. ആ പെണ്ണ ചെറുപ്പക്കാരനോട് പറഞ്ഞു, കുടിയനായ നിങ്ങളെ അല്ലാഹു ഇഷ്ടപ്പെടാത്ത ആളാണ്, നിങ്ങൾ അല്ലാഹുവിന്റെ ദീനിനെതിരെ ചെയ്യുന്ന ആളാണ്, ഞാനില്ല നിങ്ങളുടെ കൂടെ എന്ന് പറഞ്ഞ ആ പെണ്ണ് ഇറങ്ങിപ്പോന്നു. പിന്നെ ആ പെണ്ണ് വിവാഹിതയായിട്ടില്ല. ആ പെണ്ണ് പറയാണ്, ഉസ്താദേ, ഞാൻ ഓരോ വീട്ടിലും ജോലി ചെയ്ത് ജീവിച്ചു, പക്ഷേ പിന്നെ ഞാൻ എത്തിപ്പെട്ടത് നല്ലൊരു വീട്ടില. 15 കൊല്ലമായി ഞാൻ കണ്ണൂർ ഒരു വീട്ടിൽ ജോലി ചെയ്യുന്നു. നല്ല വീട്ടുകാരാണവർ, നല്ല ദീനീ ചിട്ടയുള്ളവരാണവർ. ഞാൻ ആ വീട്ടിലാ കഴിഞ്ഞുകൂടിയത്. എന്നിട്ട് ആ പെണ്ണ് പറയാൻ, ഇപ്പോൾ ഞാൻ ഹജ്ജിന് വന്നിരിക്കുന്നത് അവർ തന്ന പണവുമായിട്ടാണ്, അവരാണ് എന്നെ ഹജ്ജിന് പറഞ്ഞയച്ചത്. സതേ, എനിക്ക് തിരിച്ചു പോകാൻ മോഹമില്ല, എനിക്ക് എന്റെ റസൂലുള്ളാഹിന്റെ അടുത്ത് കിടക്കാനാ പൂതി എന്നായിരുന്നു ആ പെണ്ണ് പറഞ്ഞത്.
ഞാൻ എങ്ങോട്ടാ തിരിച്ചു പോകുന്നത്? എനിക്കെന്റെ അള്ളയും റസൂലുള്ളയും അല്ലാതെ ആരുമില്ല, എനിക്കാരുമില്ല, എന്റെ അള്ളയും റസൂലുള്ളയും അല്ലാതെ. കേൾക്കണോ നിങ്ങൾക്ക്? മക്കയിൽ നിന്ന് ഉംറയൊക്കെ കഴിഞ്ഞ് മദീന മുനവ്വറയിൽ പോയി ഹജ്ജിന് ഇഹ്റാം ചെയ്ത് മക്കയിലേക്ക് വരുന്നതിന്റെ 2 ദിവസം മുമ്പാണ്. 2 ദിവസം തലേന്ന് ഉച്ചക്ക് ഭക്ഷണം കഴിഞ്ഞ റൂമിലേക്ക് പോകാൻ ലിഫ്റ്റിന്റെ അടുത്ത് നിൽക്കുകയാണ്. ഈ പെണ്ണ് പിഴഞ്ഞു വീണ് മരിച്ചു പോവുകയാണ്. അവിടെ വെച്ച് ഞാൻ ഓർക്കുന്നു, മയ്യത്തുമായി ഞങ്ങൾ ജന്നത്തുൽ ബഖീയിലേക്ക് പോയി. മയ്യത്ത് നിസ്കാരം കഴിഞ്ഞ് ജന്നത്തുൽ ബഖീയിലേക്ക് ചെന്നപ്പോ ആ പെണ്ണ് കിടക്കുന്നത് ജന്നത്തുൽ ബഖീഇന്റെ ആദ്യ ഭാഗങ്ങളിലാണ്. ആ പെണ്ണ് ഖബർ കിട്ടിയത് ആരുടെ കൂടെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരായ ഉമ്മഹാത്തുൽ മുഅ്മിനീന്റെ പരിസരത്തായി. നിങ്ങൾ ആലോചിക്കണേ, ഖൽബിലാണ് സ്നേഹമുണ്ടാവേണ്ടത്. എനിക്കാരുമില്ല, എന്റെ റബ്ബും എന്റെ റസൂലുള്ളയുമല്ലാതെ. ആ പറഞ്ഞ വാക്കൊക്കെ അന്വർത്ഥമായപ്പോൾ അല്ലാഹു അങ്ങനെ തന്നെ ഏറ്റെടുക്കുകയാണ്. അൻ യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അല്ലാഹുവിന്റെ റസൂലും നിങ്ങൾക്ക് എല്ലാറ്റിനേക്കാളും സ്നേഹമുള്ള ആളുകളാകണേ. അതാണ് ഈമാനുള്ള മുഅ്മിനായ ഒരു മനുഷ്യന്റെ അടയാളം എന്ന് ഹബീബായ റസൂലുള്ളാഹി. സ്നേഹം, പ്രണയം, അതാണ് പ്രണയം, അതാണ് വിശുദ്ധമായ പ്രണയം. അതാണ് ഞാൻ ഒരുപാട് പറയണത്. അപ്പൊ നമ്മൾ റസൂലുള്ളാഹിനുള്ള മഹബത്ത് പറഞ്ഞിട്ടില്ല. ഇതൊന്നും ഞാൻ പഴയ സ്വഹാബികളുടെ ചരിത്രം ഒന്നും പറഞ്ഞിട്ടല്ല പറഞ്ഞു. നിങ്ങൾ പറയും അത് അന്നത്തെ കാലത്തല്ല, ഇന്നത്തെ കാലത്ത് ഇപ്പൊ നടക്കും. ഞാൻ പറഞ്ഞ നമുക്കിടയിൽ ജീവിച്ചു പോയ 2 ആളുകളുടെ സംഭവങ്ങളാണ്. സ്വഹാബികളുടെ ചരിത്രം നമ്മൾ പരതിയാൽ ഇതേ കാണാൻ കഴിയും. അല്ലാഹുവിന്റെ ഹബീബ് കൊണ്ടുവച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം രക്തം ഒരു സഹാബിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഈ രക്തമൊന്ന് കൊണ്ടുപോയി മറച്ചു കളയണമെന്ന്. ആ സ്വഹാബി ആ രക്തവുമായി പോയിട്ട് ഒരു മറവിലേക്ക് അങ്ങ് നിന്നിട്ട്, ഇതെന്റെ ഹബീബിന്റെ രക്തമല്ലേ, ഞാൻ എങ്ങനെ ഇത് മറിച്ചു കളയും? ഭൂമിക്ക് കുടിക്കാനും കൊടുക്കില്ല ഞാൻ. ഈ രക്തം ഭൂമിയിൽ ഞാൻ എങ്ങനെ ചിന്തും? കാൽപാദം വെച്ച് നടക്കുന്ന ഭൂമിയിൽ ഞാൻ എങ്ങനെ ചിന്താൻ? ആ രക്തം എടുത്തിട്ട് കുടിച്ചു എന്ന് സ്വഹീഹായ ഹദീസുകളിൽ രേഖപ്പെട്ട് കിടക്കുന്നില്ലേ? പാറാടാ ഞാൻ പ്രസംഗിക്കുന്നത്, പാനൂരിന്റെ പരിസരത്താണ് ഞാൻ പ്രസംഗിക്കുന്നത്, കടവത്തൂരിന്റെ പരിസരത്താണ് ഞാൻ പ്രസംഗിക്കുന്നത്. ആ രക്തം ആ സ്വഹാബി കുടിച്ചു എന്ന് സ്വഹീഹായ ഹദീസുകളിൽ രേഖപ്പെട്ട് കിടക്കുന്നില്ലേ? എന്താണ് മഹബ്ബത്ത് എന്ന് പറയുന്നത്? അയ്യകുനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അല്ലാഹുവിന്റെ റസൂലും മറ്റെല്ലാവരെക്കാളും ഖൽബിലങ്ങട്ട് ലയിച്ചു ചേരുക. അത് തൊള്ളോണ്ട് പറയേണ്ട വർത്താനല്ല, ഖൽബിലങ്ങ് ലയിച്ചു ചേരലാണ് മഹബ്ബത്ത്. ഖൽബിലങ്ങ് ലയിച്ചു ചേർന്നാൽ ഏതൊരു കാര്യം ചെയ്യാൻ പോകുമ്പോഴും എന്റെ റസൂലുള്ള എന്താ അതിൽ പറഞ്ഞതെന്ന് അന്വേഷിച്ചല്ലാതെ ചെയ്യൂല. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.